നമസ്കാരം. ഡയറ്റൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഡ്രിങ്കിനെ കുറിച്ച് പറഞ്ഞുതരാമോ? ചെയ്യാം. കുറേ പേര് ഇങ്ങനെ ചോദിക്കാറുള്ളൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് സമൂലമായിട്ട് നമുക്കൊരു കംപ്ലീറ്റ് ഡയറ്റ് എന്നുള്ള പോലെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൊണ്ടുവരുന്ന ഒരു എനർജി ഡ്രിങ്ക് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഈ മെഡിറ്റേഷൻ ജേർണിയുടെ ഭാഗമായിട്ട് ഓരോരോ സ്റ്റേജസ് ഉണ്ടല്ലോ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊന്നിനും കൺട്രോൾ ചെയ്യണ്ടെന്ന് പറയും. നമ്മളിപ്പോൾ ഫോഴ്സ്ഫുള്ളി ഒന്നും നിർത്തണ്ട, ഒന്നും തുടങ്ങണ്ട. അത് നമുക്ക് തന്നെത്താൻ നമുക്കിങ്ങനെ ഉള്ളിൽ തോന്നും ഇത് വേണ്ട, ഇത് വേണം, അപ്പോൾ മതിയായി, ഒരു മട്ടിപ്പ്. അതെ. അപ്പോൾ ആദ്യം നമുക്ക് ചിലപ്പോൾ ഈ നോണിനോടുള്ള ഇൻട്രസ്റ്റ് ചിലപ്പോൾ കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇനി അങ്ങോട്ട് നോൺ കഴിക്കുകയില്ല എന്നല്ല, ഇടയ്ക്ക് വല്ലപ്പോഴും കുറേ മാസങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ കഴിക്കണം തോന്നിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ആദ്യം ആ ഒരു ഇൻട്രസ്റ്റ് പതുക്കെ കുറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വെജിറ്റേറിയൻ അങ്ങനെയുള്ള കാര്യങ്ങളോട് ഒരു അങ്ങനെയായി. പിന്നെ പതുക്കെ അതും കട്ടായി. പിന്നെ ഫ്രൂട്ട്സ് ആയി. അതെല്ലാം കംപ്ലീറ്റ് ഫ്രൂട്ട്സ് മാത്രം. അത് ഈ പറഞ്ഞ പോലെ നാച്ചുറലി വരുന്നതാണ്. കുറേ കഴിയുമ്പോൾ നമുക്ക് പച്ചക്കറി വേണ്ട, ചോറും വേണ്ട, എന്തെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാം. പിന്നെ ഇവിടെ ഗാർഡൻ ഉള്ളതുകൊണ്ട് എപ്പോഴും ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ സീസണിൽ മാറി മാറി വരുന്ന ഫ്രൂട്ട്സ് അനുസരിച്ചിട്ട് ഇപ്പോൾ മാങ്ങയോ അല്ലെങ്കിൽ പപ്പായോ പേരയ്ക്കോ അല്ലെങ്കിൽ ഇപ്പോൾ മാംഗോസ്റ്റിൻ്റെ സീസണാണ് ഇപ്പം. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാം എന്നുള്ള 3 നേരവും ഫ്രൂട്ട്സ് കഴിക്കുക. അത് വിശക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ടൈം ബേസ്ഡ് ഒന്നുമല്ല. ആ ഒരു പാറ്റേണും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വന്നതാണ് ജ്യൂസ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ജ്യൂസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഒരു മോസ്റ്റ് പ്രോബ്ലി ഒരു 4 to 6 months ഓൺലി ജ്യൂസ്. അപ്പം ആ ജ്യൂസ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അത് നമ്മളിങ്ങനെ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കും. കുറച്ചധികം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 2 ലിറ്ററൊക്കെ ഒരു ദിവസം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിശക്കുവാണെങ്കിൽ അതെടുത്ത് കുടിക്കും. അപ്പോൾ വിശപ്പ് മാറും. അങ്ങനെ. അപ്പം ഇതിപ്പം ഇങ്ങനെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം നമ്മൾ എടുക്കേണ്ടത് ക്യാരറ്റാണ്. നമുക്കിതിന് ആവശ്യമുള്ളത് ക്യാരറ്റാണ്. അപ്പോൾ അത് വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒറ്റയ്ക്കൊരു ക്യാരറ്റ് മതിയാവും. അതല്ല 2 എണ്ണം എടുക്കാം. മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറിയ ക്യാരറ്റ്സ് ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റ് എന്ന് പറയുമ്പം അതിൽ ഉള്ള ഗുണങ്ങൾ ഒന്ന് കണ്ണിന് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, മുടിക്ക് നല്ലതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇതൊന്നും നോക്കിയിട്ടല്ല, നമ്മളിതെല്ലാം കൂടെ എന്തൊക്കെയോ തോന്നി ആ സമയത്ത് മൈ ബി ഒരു ഇൻറ്റ്യൂഷൻ്റെ ബേസിൽ ചെയ്തതായിരിക്കും. ബട്ട് ദെൻ ഐ യൂസ് ടു എൻജോയ് ഇറ്റ്. ഇനി അടുത്ത എലമെന്റ് വേണ്ടത് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ടും ഇത് പറഞ്ഞ പോലെ വലിയ ബീട്രൂട്ട് ആണെങ്കിൽ ഒരു പകുതി ബീട്രൂട്ട് മതി. കാരണം ബീട്രൂട്ടിന്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ ഭയങ്കര ഒരു കുത്തുണ്ടാവും, നമുക്ക് കുടിക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത്രയും കൂടണം നല്ലതല്ല. ബീട്രൂട്ട് കണ്ടന്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ലൂസ് മോഷനൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീട്രൂട്ട് ഒരു ഹാഫ് ബീട്രൂട്ട്, ചെറിയ ബീട്രൂട്ട് ആണെങ്കിൽ ഒരു ബീട്രൂട്ട്, കുട്ടി ബീട്രൂട്ട്. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി. അത് ഞാൻ ഇച്ചിരി കൂടുതൽ എടുക്കാറുണ്ട്. എനിക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഒരു ചെറിയ എരിവും ഒക്കെ കിട്ടും ഇഞ്ചി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇഞ്ചി ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആസിഡിറ്റി ഇല്ലാതിരിക്കാനും നെഞ്ചരിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാതിരിക്കാനും ഒക്കെ നല്ലതാണ് ഇഞ്ചി. അപ്പം നോർമൽ ഭക്ഷണം കഴിക്കുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് എല്ലാം ഡൈജസ്റ്റ് ചെയ്യാനും അത് ഹെൽപ്ഫുള്ളാണ്. ബീട്രൂട്ടിൻ്റെ കാര്യം നമ്മൾ പറയുമ്പം എഗെയിൻ അത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ളത്, പ്യൂരിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നല്ലതാണ്. ഇനി അടുത്തത് ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഇനി ഗൂസ്ബെറി, നെല്ലിക്ക, 2 നെല്ലിക്കയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഈ 2 നെല്ലിക്കയുടെ ഗുണങ്ങൾ എഗെയിൻ ഇറ്റ് ഇസ് ഗുഡ് ഫോർ ദി ഐസ്, ഇറ്റ് ഇസ് ഗുഡ് ഫോർ ദി ഹെയർ ഓൾസോ. മുടിക്കും അങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട് ഈ ഹെയർ ഗ്രോത്തിന് എന്താ ചെയ്യാൻ പറ്റാതെ. അപ്പം ഇത്രയും എലമെൻറ്റ്സ് ആണ് നമ്മൾ യൂഷ്വലി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇനി വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉള്ളത്, നമ്മൾ ഇപ്പോൾ പറഞ്ഞതെല്ലാം കൂടെ നമ്മൾ കുറേ വെള്ളം, നമുക്ക് എത്ര വാട്ടർ ആണോ വേണ്ടത് അത്രയും വാട്ടർ ചേർത്തിട്ട് ആദ്യം അടിക്കുമ്പോൾ കുറച്ച് വെള്ളം ഇട്ടിട്ട് അടിക്കുക, എന്നാലല്ലേ അത് അരിഞ്ഞ് കിട്ടുള്ളൂ. എന്നിട്ട് മൈ ബി ഒരു 5 ഗ്ലാസ്സോ അല്ലെങ്കിൽ 4 ഗ്ലാസ് വെള്ളത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടിച്ചെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അടിക്കാം. അപ്പം ഇഞ്ചിയും ബീട്രൂട്ടും ഈ നെല്ലിക്ക പീസാക്കിയതും അതുപോലെ ക്യാരറ്റും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് അടിച്ച് ജ്യൂസ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വെള്ളം വേണ്ടത് അത്രയും ആഡ് ചെയ്യാം. വെള്ളം ജസ്റ്റ് അതിലേക്ക് നമുക്ക് 2 ലിറ്റർ എത്ര വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഒരു ദിവസം എത്ര കുടിക്കുമോ അത്രയും വെള്ളം. ഇപ്പോൾ ഒരു 4 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കണ അത്രയും ഒന്നും ആവശ്യം വരില്ല ഒരാൾക്ക്. അപ്പോൾ 2 ലിറ്ററൊക്കെ ആയിരുന്നു നോർമലി പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്. അതിന് മുകളിലായി കഴിഞ്ഞാൽ വെറുതെ അത് വേസ്റ്റ് ആയി പോവുള്ളൂ. എന്നുവെച്ചാൽ വൈകുന്നേരത്തിനുള്ളിൽ ഇത് കുടിച്ച് തീർക്കട്ടെ, അല്ലെങ്കിൽ അത് അത്രയും വേസ്റ്റ് ആവും. അപ്പോൾ എത്രയാണോ നിങ്ങൾ കുടിക്കണേ അത്രയും വെള്ളം ഈ മിക്സ് ചെയ്ത് വെച്ച പൾപ്പിലേക്ക്
അരിച്ചെടുത്ത പൾപ്പിലേക്ക് അത്രയും വെള്ളം ചെയ്യാം. അപ്പോൾ ദാ ഇവിടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. ക്യാരറ്റും ബീട്രൂട്ടും നമ്മുടെ നെല്ലിക്ക, ഗൂസ്ബെറി ആൻഡ് ഇഞ്ചി. ഇനി ഇതിലേക്ക് ചെയ്യുന്നതാണ് നമ്മൾ അരിച്ചെടുത്ത് ആവശ്യത്തിന് ജസ്റ്റ് അരയാനുള്ള വെള്ളം ചേർത്ത് അടിച്ചു. അത് കഴിഞ്ഞ് അരിച്ചെടുത്തു. അതിലേക്ക് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വെള്ളം നമുക്ക് കുടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത് അത്രയും വെള്ളം അതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിലേക്ക് സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് അതിലേക്ക് സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക. ചെറുനാരങ്ങയും കൂട്ടി അടിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്ക്കും. നാരങ്ങയുടെ തൊലി വരുമ്പോൾ കയ്പാവും. അപ്പോൾ അതുകൊണ്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് ആ ജ്യൂസിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക. പിന്നെ ഒരു അല്പം ഇന്ദുപ്പും കൂടെ ചേർക്കും. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി അരിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു, ഒരല്പം ഇന്ദുപ്പ് കൂടെ ആഡ് ചെയ്തു. അതല്ല നിങ്ങൾക്കിപ്പം ഈ ഹിമാലയൻ റോക്ക് സോൾട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ എന്തെങ്കിലും ഒരു പിങ്ക് സോൾട്ട് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. കല്ലുപ്പും ഉപയോഗിക്കാം. ഇന്ദുപ്പാണ് നമ്മൾ ഈ മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇന്ദുപ്പാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം നമ്മളിപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കി ഇനി അത് ഒഴിച്ച് വെക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ എന്തെങ്കിലും മെറ്റലിൻ്റെ ബോട്ടിലോ പ്ലാസ്റ്റിക്കിൻ്റെയിലൊക്കെ വെക്കുന്നതിലും നല്ലത്. ഇപ്പോൾ ഈ ഗൂസ്ബെറി ഒക്കെ ഉള്ളതുകൊണ്ട് ചില്ലിൻ്റെ എന്തെങ്കിലും ഒരു കുപ്പിയിലാക്കി വെക്കണതാണ് ബെറ്റർ. ആർക്കും ഉപയോഗിക്കാം. ഡയല്യൂട്ടായിട്ട് ആദ്യം തന്നെ ഉണ്ടാക്കുക, എന്നിട്ട് കോൺസെൻട്രേഷൻ കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. ഒറ്റയടിക്ക് നമ്മൾ വെള്ളം കുറച്ച് ഭയങ്കര കട്ടിയിലെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സിസ്റ്റമായിട്ട് ഇത് അഡ്ജസ്റ്റ് ആവണ്ടേ. അപ്പോൾ ബീട്രൂട്ടും ഇതെല്ലാം ഉള്ളതുകൊണ്ട് എപ്പോഴും ആദ്യം ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഡയല്യൂട്ടഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് നമ്മുടെ ഒരു പാകത്തിന് കൊണ്ടുവരായിരിക്കും ബെറ്റർ. അപ്പം താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഹാവ് എ വെരി ഹെൽത്തി ലൈഫ്. Thank you so much.